തൃശൂരിൽ മിന്നൽ ചുഴലിയിൽ മരങ്ങൾ വീണ് വ്യാപക നാശനഷ്ടം. വില്ലടം, വിൽവട്ടം, ചേറൂർ മേഖലകളിലാണ് മിന്നൽ ചുഴലി അടിച്ചത്. മിന്നൽ ചുഴലി വീശിയടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വലിയ നാശനഷ്ടങ്ങളാണല്ലോ ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മളിപ്പോൾ കൊഴുക്കുള്ളി മേഖലയിലാണുള്ളത്. കുറച്ച് സമയം മുൻപ് കൊഴുക്കുള്ളി മേഖലയിലെ ആ വീടിന്റെ ഷീറ്റും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റും ഒക്കെ തെങ്ങും ഒക്കെ കടപുഴകി വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ നൽകിയിരുന്നു. ഇതിപ്പോൾ ഈ പ്രദേശത്ത് ആൻഡു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടാണ്. അദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായി, ആ ഓട് പൂർണ്ണമായി പൊളിഞ്ഞ് പോയൊരവസ്ഥ, പറന്നു പോയൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇത് മറ്റെന്തെങ്കിലും വീണിട്ടല്ല, അല്ലെങ്കിൽ മരങ്ങളോ തെങ്ങോ ഒന്നും വീണിട്ടല്ല ഇത്തരത്തിൽ ഈ വീട് പൊളിഞ്ഞിട്ടുള്ളത്. ഇത് പൂർണ്ണമായി പൊളിഞ്ഞിട്ടുള്ളത് ഈ വീട് ശക്തമായി വീശിയടിച്ച 8:45 ശേഷം ശക്തമായി വീശിയടിച്ച കാറ്റിലാണ് എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഈ വീടിനുള്ളിൽ ആളുണ്ടായിരുന്നു, ഒരു കുഞ്ഞടക്കം, ഈ കുഞ്ഞടക്കം ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇവർ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് പോയതിനാലാണ് ജീവൻ രക്ഷപ്പെട്ടത്. ആ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. എത്ര മണിക്കായിരുന്നു ചേച്ചി സംഭവം? ഒരു 8:45 കഴിഞ്ഞിട്ടുണ്ടാവും. മോനെ ഉറങ്ങായിരുന്നു, അമ്മ അടുക്കളയിലായിരുന്നു. പിന്നെ ഞാൻ വാതിലും തുറന്ന് മഴ പെയ്യുണ്ടോ നോക്കി. അപ്പോൾ ചെറിയൊരു രീതിയിൽ മഴ, പിന്നെ കാറ്റ് ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കാറ്റ് നമുക്കിവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും കാറ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വാതിലടച്ചു. പിന്നെ എന്തൊക്കെയോ ഓടിന് മോളിക്ക് വീഴുന്നുണ്ട്. അപ്പം തന്നെ മകൻ്റെ മേത്തേക്ക് ഒരു ഓടും കഷ്ണം വീണോന്ന് ചോദിച്ചാൽ കണ്ടില്ല സത്യത്തിൽ, പക്ഷെ വീണ പോലെ തോന്നി. അപ്പം ഞാൻ അവൻ്റെ മേത്ത് കെടുക്കുകയാണ് ചെയ്തത്. കെടുന്നപ്പോൾ അമ്മ പറഞ്ഞു മോനെ വേഗം എടുത്തോ എന്ന് പറഞ്ഞു, കാറ്റാണ് വീശണേന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒന്നുമില്ല. അതാണ് മോൻ ജുവാൻ എന്നാണ് പേര്. അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അമ്മ അല്ലേ? അമ്മയുടെ പേര് ആനി. അത്ഭുതമായിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്ന മൂന്നാളും. വീട് പൂർണ്ണമായിട്ട് പോയി. ഇതാണ് അവസ്ഥ. വീടിന് തൊട്ടപ്പുറത്തെ മേഖലയിലൊക്കെ സമാനമായ രീതിയിൽ ഇങ്ങനെ മരങ്ങൾ വന്ന് വീണ് നിൽക്കുന്നുണ്ട്. ഈ ഒരു മരമൊക്കെ ഇതിന്റെ പ്രദേശത്ത് നിന്ന് കടപുഴകി വീണിട്ടുള്ളതാണ്. ഓടും അതുപോലെ തന്നെ മാവും പ്ലാവും എല്ലാം തന്നെ കടപുഴകി, കവുങ്ങൊക്കെ കടപുഴകി വീഴുന്നൊരു സാഹചര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. വൻ നാശനഷ്ടമാണ്. വിൽവട്ടം, വിയ്യൂര്, അതുപോലെ തന്നെ രാമവർമ്മപുരം, ചേറൂര് അടക്കം സകല മേഖലയിലും, അതുപോലെ ഇവിടുത്തെ കൊഴുക്കുള്ളി രാവിലെ പൂച്ചട്ടി സ്കൂളിലെ, ഭവൻ സ്കൂളിലെ മരങ്ങൾ, തേക്കുമരങ്ങൾ കടപുഴകി വീണ് വൻ നാശനഷ്ടം. അങ്ങനെ തൃശ്ശൂർ മേഖലകളിൽ സമാനതകളില്ലാത്ത രീതിയിലാണ് മിന്നൽ ചുഴലി ആഞ്ഞടിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും വില്ലേജ് റവന്യൂ വകുപ്പ് ഇതിൻ്റെ ഒരു നാശനഷ്ടങ്ങളുടെ കണക്ക് എടുക്കുകയാണ്. ഒരു പ്രാഥമികമായ കണക്കെടുപ്പിൽ തന്നെ ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണുള്ളത്. എന്തായാലും ഇവർക്ക് അടിയന്തരമായ ധനസഹായം നൽകണമെന്ന ആവശ്യമാണ് ജനപ്രതിനിധികളടക്കം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.